എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? എടാ നമ്പർ ഇട്ട് കിട്ടിയടാ. അതിന് ഞാൻ കാശടച്ചിട്ടില്ലല്ലോ. സ്വർണം പണയമൊക്കെ പോണോളൂ. എടാ കാശൊക്കെ കൊടുത്ത്. ആര്? ഇത് ഞാൻ ചാകുമ്പോൾ കൊണ്ടാൻ പറ്റല്ല. ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ച. ഇന്നൊരു 10 പൈസ പോലും എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടില്ല. എന്നിട്ട് അവൻ ആ കൊച്ചിനോട് സ്വർണം പണയം വയ്ക്കാൻ പറഞ്ഞ കാര്യം ഞാനാണ്. ആ കൊച്ചിനെ സ്വർണം പണയം വെച്ചിട്ടാണോ വീട് നന്നാക്കുന്നത്? അതിന് അവൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടായി കൊടുത്ത സ്വർണ്ണം എന്ന് കൊണ്ട് കൊടുത്ത് അവൻ ഒപ്പിടിച്ച് മേടിച്ച. അങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് എൻ്റെ മോനൊരു ഉപകാരം ഉണ്ടാവട്ടെ. ശരിക്ക് പറഞ്ഞ നിന്റെ അച്ഛനൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെയൊക്കെ നോട്ടത്തില് എല്ലാരും ചീത്ത പറഞ്ഞു നടക്കണ ഒരാള് അല്ലേ? ഡാ, സ്വന്തം അച്ഛന്റെ സ്നേഹമൊന്നും നിന്റെ അച്ഛന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം എങ്ങനെ കാണിക്കണമെന്ന് അങ്ങേർക്ക് അറിഞ്ഞുകൂടാ. ഓർമ്മ വെച്ച കാലം മുതല് പണിയെടുത്ത് നടക്കണ മനുഷ്യനാ അത്. അഴകെന്ന് പേരിട്ടൊന്നും പറഞ്ഞ് നീ അങ്ങേരെ എപ്പോഴും പ്രാകാറില്ലേ? അങ്ങേര് പട്ടിണി കിടന്നപ്പോ ഭക്ഷണവും മേടിച്ചു കൊടുത്ത് വാർക്കപ്പണിക്ക് കൊണ്ടുപോയ ഒരു മേസ്തിരി ഉണ്ട്, ഒരു തമിഴൻ. അയാളുടെ ഓർമ്മയ്ക്കാ ഇവൻ ഈ പേരിട്ടത്, അഴകൻ. അന്ന് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ നീ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല. അങ്ങേര് ഈ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ലാന്ന്. പിന്നെ ഇത്രയും കാലം ഈ കുടുംബം നടത്തിയത് ആരാ? നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാ? ഒരാഴ്ച കട പൂട്ടിയപ്പോ നീ ഇവിടെ കിടന്ന് പെടാപ്പാട് പെട്ട. ഈ കുടുംബം നിനക്ക് നോക്കാൻ പറ്റിയ 2000 രൂപ ഓപ്പറേഷന് തന്നുള്ളൂന്ന് പറഞ്ഞു നീ അങ്ങേരെ ചീത്ത പറഞ്ഞു. അപ്പോ എല്ലാ കൊല്ലം എന്റെയും നിന്റെ പേരിലുള്ള ഇൻഷുറൻസ് ഒക്കെ ആരാടാ അടയ്ക്കണത്? സ്നേഹമില്ലാന്ന് മാത്രം നീ അങ്ങേരെ കുറിച്ച് പറയരുത്. എല്ലാവർക്കും അമ്മമാരുടെ സ്നേഹത്തിന് കണക്കുണ്ട്. പക്ഷെ ഒരു ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുക്കണം അച്ഛന്മാരുടെ സ്നേഹത്തിന്റെ കണക്ക് ആരും പറയാറില്ലടാ. നിന്നെ നിന്റെ അച്ഛൻ സ്നേഹിക്കണ പോലെ ചിലപ്പോ ഞാൻ പോലും സ്നേഹിക്കുന്നുണ്ടാവില്ല. അന്ന് നീ അങ്ങേരെ വിളിച്ചാൽ തെറിയുണ്ടല്ലോ.